പ്രത്യേകിച്ച് ഫൈനൽ ഇയർ BSc നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ചാണ്. അതായത് ആ ഒരു ട്രെൻഡ് മാറിയിട്ടാണ് വരിക. അതായത് അന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്കുകൾ തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയും കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മുടെ നോർസെറ്റ് എക്സാമിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും ഗ്രാഹ്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. അതായത് നമ്മുടെ എയിംസ് പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാനുള്ള എക്സാമാണ് ഈ ഒരു നോർസെറ്റ് എക്സാം എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ നോർസെറ്റ് 9 എക്സാം കഴിഞ്ഞു. അത്യാവശ്യം നമ്മുടെ കുറേ സ്റ്റുഡൻസിനൊക്കെ അതിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, വളരെ സന്തോഷം. ഇനി നെക്സ്റ്റ് വരിക നോർസെറ്റ് 10 ആണ്. നോർസെറ്റ് 10 വരുന്നത് ഈ വരുന്ന 2026 ഏപ്രിൽ മാസമാണ്. സോ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതായത് ഈ നോർസെറ്റ് 10 ഫോക്കസ് ചെയ്തിട്ടില്ല, നോർസെറ്റ് 11 ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജെൻ സി ബാച്ച് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, ജെൻ സി ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രത്യേകിച്ച് ഫൈനൽ ഇയർ BSc നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ചാണ്. അതായത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഈ നോർസെറ്റ് 10 ബാച്ച് നമുക്ക് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പൊ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഈ കുട്ടികളാണ് വിളിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്, എസ്പെഷ്യലി 4th ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് വിളിക്കുന്നത്. അവർക്ക് നോർസെറ്റ് 10 എക്സാം എഴുതാൻ കഴിയില്ല. നോർസെറ്റ് 11 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ബാച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ജെൻ സി ബാച്ച്. എന്ന് വെച്ചാൽ നമ്മുടെ നോർസെറ്റ് 11 എക്സാമിന് ഏകദേശം ഒരു വർഷം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ 4th ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിക്കവാറും ആ ഒരു എക്സാം എഴുതാനായിട്ട് കഴിയില്ല. നോർസെറ്റ് 10 എക്സാമിൻ്റെ കാര്യമായിട്ട് പറയുന്നത്. നോർസെറ്റ് 10 എക്സാം എഴുതാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലോങ് ടേം ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാനും ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്തതിന് ശേഷം, അതായത് ഈ ടോപ്പിക്സ് ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്തതിന് ശേഷം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നോർസെറ്റ് 11 എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. 1-2 കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാനൊരു 2012 ഒരു 10-12 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10-13 കൊല്ലങ്ങൾക്ക് മുമ്പ് എയിംസ് ഡൽഹി എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നോക്കിയാൽ ആ ഡൽഹി എയിംസിൽ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരുപാട് മലയാളി നഴ്സുമാർ, അല്ലെങ്കിൽ ഒരുപാട് മലയാളി നഴ്സിംഗ് ഓഫീസേഴ്സിനെ എനിക്ക് അവിടെ കാണാൻ പറ്റി കേട്ടോ. ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടും സീനിയേഴ്സ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ അടുത്തിടെയായിട്ട് ആ ഒരു ട്രെൻഡ് മാറിയിട്ടാണ് വരിക. അതായത് അന്ന് ആകെ ഒരു എയിംസ് ഡൽഹി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഏകദേശം 20 എയിംസ്, ഒരു 6 എയിംസ് ആദ്യം വരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 24 എയിംസ് ഉണ്ട്. ഇനി ബാക്കി ഒരു 5 എയിംസ് കൂടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ബേസിക്കലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24-25 എയിംസ് നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുന്ന മലയാളി നഴ്സിംഗ് ഓഫീസേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എണ്ണം കുറവാണ് കേട്ടോ. അപ്പം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു കാലത്ത് നമ്മൾ മലയാളികളുടെ കുത്തകയായിരുന്ന എയിംസ് ഇപ്പോൾ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും അവിടെ ജോയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഇന്റൻസീവായിട്ട് അവരൊരു 3rd ഇയർ ഒക്കെ ആകുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ നോർസെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കും. പ്രത്യേകിച്ച് എനിക്കറിയാം, ഞാൻ എയിംസ് ഭുവനേശ്വറിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരു 3rd ഇയർ ആകുമ്പോൾ തന്നെ അവർ നോർസെറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മലയാളികൾ അല്ലെ, ഞാൻ പറഞ്ഞു ഒരു സമയത്ത് നമ്മുടെ കുത്തകയായിരുന്നു ഈ എയിംസ്. നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർ 4th ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ആണ് പിന്നെയാണ് ആലോചിച്ചു തുടങ്ങുക ഇങ്ങനത്തെ സെൻട്രൽ എക്സാം എഴുതിയാലോ. പലർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഏകദേശം ഒരു 1 ലക്ഷം, ഒരു 1.25 ലക്ഷം രൂപയോളം ഇനീഷ്യൽ നമുക്ക് സാലറി കയ്യിൽ മേടിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ഈ നോർസെറ്റ് എക്സാം എന്ന് പറയുക. അപ്പം ഒരു ലോങ് ടേം, ഇതുപോലെ ഒരു ലോങ് ടേം പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും, അല്ലെങ്കിൽ എക്സാം എഴുതുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്കുകൾ തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിയും കേട്ടോ. ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ അങ്ങനെ ഒരു അവസരമാണ് ഞങ്ങൾ നിങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഈ ജെൻ സി ബാച്ച് ഞങ്ങൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ നമ്മുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് കേട്ടോ. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ജെൻ സി ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് നിങ്ങൾ ഒരു വർഷം നന്നായിട്ട് എനിക്കറിയാം ഒരു 4th ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കോളേജിൽ ഉണ്ടാവും. എങ്കിലും അതിനോടൊപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് ഈ നോർസെറ്റ് എക്സാമിന് വേണ്ടി കൂടെ തയ്യാറാകാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മിന്നുന്ന, ഒരു തിളങ്ങുന്ന ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് കഴിയും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.